യാത്രകളെ ഇഷ്ടപ്പെടുന്നവരെ ഒട്ടും മടിപ്പിക്കാത്ത നമ്മുടെ അയൽനാടാണ് തെങ്കാശി. മലയാളി മണ്ണുമായിട്ട് ധാരാളം ബന്ധങ്ങളുടെ കഥകൾ പറയാനുള്ള നാട്. തെങ്കാശിയിലെ കുറച്ച് മനോഹര ദൃശ്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അച്ചൻകോവിൽ വനത്തിലുള്ള യാത്ര, ശങ്കരൻകോവിൽ, മേക്കര എല്ലാം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തെങ്കാശി പട്ടണത്തിലൂടെയാണ്. തിരുനെൽവേലിയിൽ നിന്നും അടർന്നു മാറി തമിഴ്നാടിന്റെ 34ാമത്തെ ജില്ലയായിട്ട് 2019 നമ്മുടെ തെങ്കാശി ജില്ലയുടെ ജനനം. കാർഷിക വൃത്തിയും കുടിൽ വ്യവസായവുമാണ് ഇവിടുത്തുകാരുടെ മുഖ്യ ഉപജീവന മാർഗം. നമ്മൾ തെക്കൻ ജില്ലക്കാർക്ക്, പ്രത്യേകിച്ച് കൊല്ലം, പത്തനംതിട്ട ജില്ലക്കാർക്കും ആലപ്പുഴയുടെ ചെങ്ങന്നൂർ, മാവേലിക്കര, ഹരിപ്പാടുകാർക്കും ഒക്കെ ഒരു 3 മണിക്കൂർ യാത്ര കൊണ്ട് തന്നെ ഇവിടേക്ക് എത്താവുന്നതാണ്. തെങ്കാശി പട്ടണത്തിലേക്ക് കടന്നാൽ തലങ്ങും വിലങ്ങും ഇതുപോലെ ഒരുപാട് റോഡുകളുണ്ട്. ഗണേശോത്സവ ദിവസമാണ് ഞങ്ങളിവിടെ എത്തിയത്. അതിന്റെ തിരക്ക് നമുക്ക് റോഡിൽ കാണാനും കഴിയും. റോഡിന് ഇരുവശത്തുമായിട്ട് കുറേ പൂക്കടകളുണ്ട്. പിന്നെ ചെറുകടികൾ കിട്ടുന്ന ബജിക്കടകള്, ചിക്കൻ മട്ടൺ സ്റ്റാളുകള് എന്നിവ ഇവിടെ കൂടുതലായിട്ട് കാണും. മാമ്പഴ കൃഷിയിലും ഒട്ടും പിന്നിലല്ല കേട്ടോ നമ്മുടെ തെങ്കാശി നാട്. ബോർഡർ കടന്ന് ഇവിടേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിലും ധാരാളമായിട്ട് നമുക്ക് മാന്തോപ്പുകൾ കാണാവുന്നതാണ്. സീസൺ സമയത്ത് എത്തിയാൽ നല്ല ലാഭത്തിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മാമ്പഴം നമുക്ക് ഇവിടെ നിന്നും മേടിക്കാം. മാമ്പഴം ഇവിടെ നിന്നും മറ്റ് ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും കയറ്റി അയക്കുന്നുമുണ്ട്. നെല്ലാണ് ഇവിടുത്തെ പ്രധാന വിള. എന്നാലും സീസണുകൾക്കനുസരിച്ച് പച്ചക്കറികളും പൂവുകളും കൃഷി ചെയ്യുന്നു. കൂടുതലും നമ്മുടെ കേരളത്തിലേക്ക് കയറ്റി അയക്കാനായിട്ടാണ് സീസൺ കൃഷി ചെയ്യുന്നത്. കുറ്റാലം കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചിറ്റാറിലെ ജലമാണ് കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കുറേയേറെ ഉൾഗ്രാമങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് നമ്മുടെ തെങ്കാശി കേട്ടോ. കുടിൽ വ്യവസായങ്ങൾ പാരമ്പര്യങ്ങളായി നിലനിർത്തുന്നതും ഈ ഗ്രാമങ്ങളിലാണ്. മേക്കരയിലും സുന്ദരപാണ്ഡ്യപുരത്തും പിന്നെ സൂര്യകാന്തികൾ വിരിഞ്ഞ സാമ്പവാർ വടകരയിലും എല്ലാം പോയപ്പോൾ അവിടെയെല്ലാം കന്നുകാലി കൃഷികൾ ചെയ്യുന്ന കുറേയേറെ കർഷകരെ കൂടി നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ എല്ലാ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയേക്കാമേ. തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കാശി വിശ്വനാഥ പെരിയ കോവിലും ഏറെ പ്രശസ്തമാണ്. 13ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണി കഴിയിപ്പിച്ചത് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴും നമ്മൾ കാണുന്ന ക്ഷേത്രത്തിന്റെ 180 അടിയോളം പൊക്കമുള്ള ഗോപുരം കിലോമീറ്ററോളം ദൂരെ നിന്ന് പോലും കാണാനാവുന്നതാണ്. ഒരു തീർത്ഥാടന യാത്ര എന്നതിലുപരി ചരിത്ര വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്കും തിരഞ്ഞെടുക്കാവുന്ന ഒരിടം കൂടിയാണ് തെങ്കാശിയിലെ ഈ കാശി വിശ്വനാഥ ക്ഷേത്രം. വിനോദസഞ്ചാരികൾക്ക് കൊത്തുപണികളുടെ ദൃശ്യവിരുന്നൊരുക്കുന്ന ക്ഷേത്ര കവാടത്തിന്റെ കാഴ്ചകൾ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. പിന്നെ 700 വർഷത്തെ ചരിത്രം പറയുന്ന ഈ മനോഹര ക്ഷേത്രം പാണ്ഡ്യ സാമ്രാജ്യ അധിപനായ പരാക്രമ പാണ്ഡ്യന്റെ കാലത്താണ് നിർമ്മിച്ചത്. കാശി വിശ്വനാഥന്റെ ഭക്തനായ രാജാവിന് സ്വപ്നത്തിൽ ഭഗവാൻ ഇവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടുന്ന ഉറുമ്പുകളുടെ നിര ചെന്ന് അവസാനിക്കുന്നിടത്ത് ക്ഷേത്രം സ്ഥാപിക്കണമെന്നായിരുന്നു സ്വപ്ന സന്ദേശം. രാജാവ് അതനുസരിച്ച് ഉറുമ്പുകൾക്ക് പിന്നാലെ യാത്ര തിരിച്ചു. അങ്ങനെ ഉറുമ്പിൻ നിര വന്ന് നിന്നിടത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. രാവിലെ 6 മുതൽ 11 വരെയും വൈകുന്നേരം 4 മുതൽ 8 വരെയുമാണ് ക്ഷേത്ര ദർശന സമയം. എന്നാൽ ഉത്സവ നാളുകളിൽ മുഴുവൻ സമയവും നമുക്കിവിടെ ദർശനം നടത്താനാവുന്നതാണ്. നൂറ്റാണ്ടുകൾക്ക് പണി കഴിപ്പിച്ച ഈ ക്ഷേത്രവും ഗോപുരവും ഇന്നായിരുന്നു പണി കഴിപ്പിക്കുന്നത് എങ്കിൽ 3000 കോടി രൂപയോളമാണ് ചെലവായി കണക്കാക്കപ്പെടുന്നത്. അന്നത്തെ വാസ്തുകലകളുടെ സൗന്ദര്യം ഈ കാണുന്ന കാഴ്ചകളിൽ മാത്രമല്ല കേട്ടോ. ഗോപുരം കടന്ന് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുകയും ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ പുറത്തേക്ക് നമ്മളെ തള്ളി വിടുന്നതുമായ കാറ്റിന്റെ മർദ്ദ വ്യതിയാനവും വാസ്തുനിർമ്മിതിയുടെ മഹാത്ഭുതം തന്നെയാണ്. അവിടെ തെങ്കാശിയിൽ വന്നാൽ ഒരു ദിവസം മുഴുവനായിട്ട് മതിയാവോളം കാണുവാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. കാർഷിക പാടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ചരിത്രമുറങ്ങുന്ന ക്ഷേത്രങ്ങളും പിന്നെ അഴകായിട്ട് നമ്മുടെ തനി നാട്ടുപ്രദേശങ്ങളും. ഒരിക്കൽ വന്നാൽ ഭൂപ്രകൃതി പോലും വീണ്ടും മാടി വിളിക്കുന്നതാണ് തെങ്കാശി. കൂടുതൽ തെങ്കാശി കാഴ്ചകൾക്ക് തൽക്കാലം ഒരു ഇടവേള കൊടുക്കുകയാണ് കേട്ടോ. യാത്രകളെ സ്നേഹിക്കുന്നവർ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോളൂ. വീഡിയോയ്ക്ക് ലൈക്കും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും കാണും വരേക്കും നന്ദി.